ചന്ദ്രന്റെ മദറായിരിക്കും അല്ലേ? അതെ, ഇരിക്കൂ. താങ്ക് യു. ഞാൻ മിസ്സസ് തമ്പിയാണ്. ഓ, ചന്ദ്രൻ പറയുണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ ഇവിടെ ഇല്ലേ? അവൻ ഓഫീസിൽ പോയി. ഓ, സോളി. നാളെ ബോംബെക്ക് കൊണ്ടുപോകാനുള്ള പേപ്പറോ റിപ്പോർട്ടോ എന്തോ തയ്യാറാക്കുകയാണെന്ന് തോന്നുന്നു. ഓ, അല്ലെങ്കിലും അവന്റെ സ്വഭാവം ഇങ്ങനെയാ. ജോലി ജോലി എന്നൊരു വിചാരമേ ഉള്ളൂ. 7-8 മണിയാകാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. ആ, അതുകൊണ്ടായി ഈ ഉയർച്ചയൊക്കെ ഉണ്ടായെന്ന് വെച്ചോളൂ. അതെ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കാണാൻ ഇക്കാലത്ത് വലിയ പ്രയാസമാണ്. ഒരു ദുസ്വഭാവം ഇല്ല തന്നെ. വെരി അപ്രൈറ്റ്. പിന്നെ ഒരു കുറവുകൂടെ ഉള്ളൂ. അതെന്താ? കൂട്ടിനൊരാളുകൂടെ വേണ്ടേ? എന്താ, അതിനെ കുറിച്ച് ആലോചനയൊന്നും ഇല്ലേ? ആലോചിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞ അവൻ കൂട്ടാക്കില്ല. അതെന്താ? ചന്ദ്രന്റെ അമ്മയാണല്ലോ ദൈവം. അതൊക്കെ അതെ, പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തു പറഞ്ഞാലും വേശില്ല. വേണ്ട വിധത്തിൽ പറയാനിട്ടാവും. പറയാത്ത കുറവൊന്നുമില്ല, ഇപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അവനെ നോക്കാൻ ഒരാളുണ്ടല്ലോ എന്ന സമാധാനത്തോടെ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഇങ്ങനെ നിരാശപ്പെടാനൊന്നുമില്ല. ഇൻഫാക്ട് ഇപ്പൊ ക്ഷമിച്ചാൽ നടക്കുന്ന എനിക്ക് തോന്നുന്നത്. ചന്ദ്രന് പറ്റിയ ഒരു കുട്ടിയെ ഞാൻ അറിയും. പറ്റിയ കുട്ടികളില്ലാഞ്ഞിട്ടാണ് അവനൊരു വാശിയിൽ നിൽക്കുക. ഇതല്ല, കുട്ടിയെ ചന്ദ്രന് പരിചയമുണ്ട്, ബോധ്യമായിട്ടുമുണ്ട്. ഓഹോ, അവൻ എന്തെങ്കിലും സൂചന? അതൊന്നുമില്ല. പെരുമാറ്റം കണ്ടാൽ നമുക്കറിഞ്ഞൂടെ? ഏതാ കുട്ടി? വലിയ തറവാട്ടിയാ, നല്ല സ്ഥിതിയാ, കണ്ടാൽ സുന്ദരിയാ. ഓഹോ, അച്ഛൻ വലിയ ഇൻഡസ്ട്രീസാ, ഒറ്റ മകളെ ഉള്ളൂ, MA പാസ്സായിട്ടുണ്ട്. An important advantage to be pointed out is the free availability of Mrs. Das's phone. ഇത് മൂന്നാമത്തെ തവണയാണ്. A detailed statement of facts and figures that gives Mrs. Dasന് എന്താ മിസ്സിസ് ദാസ്, ഇന്ന് പേഴ്സണൽ കോൾസ് അറ്റൻഡ് ചെയ്യാനേ സമയമുള്ളൂ. എനിക്കുള്ള കോൾസ് കൂടി ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അറിയില്ലേ? എന്നിട്ടാണോ ഇങ്ങനെ? സോറി സാർ, ഇനി കോൾസ് ഉണ്ടാവില്ല. All right, let us continue. There we have done it. Thank you, Mrs. Das. First rate job. 7 ആയിട്ടുള്ളൂ. ഇന്ന് നേരത്തെയാണ്. ഗുഡ്. നേരത്തെ വീട്ടിൽ പോയിക്കളെ. കൊച്ചുപക്ഷിയോട് അടച്ചോളം പറയും. ശരി. വേണു, ആ ബസ് സ്റ്റോപ്പിലൊന്ന് നിർത്തൂ. വീട്ടിലേക്കല്ലേ? അല്ല, പിന്നെ എവിടേക്കാ? വേറൊരിടത്തേക്ക്. ഇവിടുന്ന് വേഗം ബസ് കിട്ടും. ഈ നേരത്തിന് ബസ് ഓടിക്കാനും നിൽക്കണ്ട. എവിടെയായാലും ഞാൻ കൊണ്ടുപോയി വിട്ടുതരാം. എവിടെയാ പോണ്ടത്? ഉള്ളൂർക്ക്. ഉള്ളൂർ എവിടെ? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടപ്പുണ്ടോ? ആരാ? എന്താ? ആരാ ഹോസ്പിറ്റലില്? ഹിന്ദു. ഹിന്ദു? എന്താ ഹിന്ദുവിന്? എപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു? ഇന്നലെ രാത്രി. എന്താ എന്നോട് ഇവരെ പറയുന്നത്? വർക്കിന് തടസ്സം വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ? വർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നടക്കില്ലേ? കുട്ടിയുടെ കാര്യമല്ലേ പ്രധാനം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? ഭേദമുണ്ടോ? വൈകുന്നേരത്തേക്ക് കുറവുണ്ട്. അതാണ് പ്രേമ ഫോൺ ചെയ്തിരുന്നത്. ഐ എം സോറി. അങ്ങനെയൊക്കെ പറഞ്ഞേ. കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ.
ഹലോ ജൂനിയർ സെക്രട്ടറി. ആഹാ, മാറി തുടങ്ങിയല്ലോ. ശരിക്കും ശരിക്കും അങ്ങ് നുണ പറയാണ്. എനിക്ക് നെറ്റിലല്ല സുക്കേട്, വയറ്റില. അത് മാറിയിട്ടില്ല. നാക്കിന് ഏതായാലും അസുഖമൊന്നുമില്ലല്ലോ. അതുപോട്ടെ, മരുന്നൊക്കെ നേരെ കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കുന്നൊന്നും പറഞ്ഞു തുപ്പും. അതുവോ? അത് പറ്റില്ല. മരുന്നൊക്കെ നേരെ കഴിച്ചാലേ വേഗം മാറും. എന്നിട്ട് വേണ്ടി നമുക്ക് പോവാനോ? ആ, നീ ആരുടെ? കന്യാകുമാരി, നെയ്യാർ ഡാം, കോവളം, തേക്കടി. എന്നൊരു കാര്യം ചെയ്യാം, ബാട്ടിലെ മരുന്ന് മുഴുവൻ ഒന്നിച്ച് കഴിക്കാം. അപ്പൊ വേഗം മാറും. ഗുഡ് ഗേൾ. അങ്കിൾ യെസ്, നെക്സ്റ്റ് മന്തിൽ തുടങ്ങും. നമുക്ക് പോണട്ടോ? ഓക്കെ. മിസ്സിസ് ദാസ്, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇന്ദുവിനെ പേവാർഡിലേക്ക് മാറ്റാം. വേണ്ട, ഇവിടെ മതി. ചിലവിന്റെ കാര്യം വിചാരിച്ചാണെങ്കിൽ അതോർത്ത് വിഷമിക്കണ്ട. അല്ല, ക്ഷമിക്കണം. അങ്ങനെയൊരു സൗജന്യം സ്വീകരിക്കാൻ നിവൃത്തിയില്ല. എന്നെ അന്യനായി കണക്കാക്കണ്ട. നിർബന്ധിക്കരുത് സാർ. ശരി. ഇന്ന് കുറച്ചെങ്കിലും നേരത്തെ എത്തിയല്ലോ. ആര് ചെയ്ത പുണ്യാണാവോ? ബോംബെയിൽ നിന്ന് വന്നാൽ എന്ന് നേരത്തെ എത്തിക്കോളാം. എന്ന് വെച്ചാ 8 മണിക്കല്ലേ? ഏയ്, സൂക്ഷ 7:30 മണിക്ക്. ആ, നിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? മിസ്സിസ് തമ്പി. ഓഹോ, അവരാണോ? എന്തിനാ? വല്ല പൂച്ചയുടെയും പട്ടിയുടെയും കാര്യം പറയാനായിരിക്കും. നീ പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ, നിന്റെ കാര്യം പറയാനാ. എന്റെ കാര്യം? എന്ത് കാര്യം? നീ ഇതേവരെ അമ്മയോട് പറയാതിരുന്ന കാര്യം. അതെന്ത് കാര്യം? നിനക്ക് ഒരു പെൺകുട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. എന്താ ഒന്നും മിണ്ടാത്തത്? നട്ടാൽ പൊടിക്കാത്ത വിഡ്ഢിത്തം പറഞ്ഞ പിന്നെ എന്താ പറയാ? വിഡ്ഢിത്താണല്ലേ? പിന്നെ അല്ലാതെ എനിക്കൊരു പെൺകുട്ടിയിൽ താല്പര്യവും. നീ കവിത എന്നൊരു കുട്ടിയെ അറിയില്ലേ? ഇത് പറയാനാണോ മിസ്സിസ് തമ്പി ഇതുവരെ വന്നത്? നീ ആ കുട്ടിയെ അറിയില്ലേ? അറിയും. ഒരു ദിവസം മിസ്സിസ് തമ്പിയുടെ കൂടെ ഓഫീസിൽ വന്നിരുന്നു. ശ്വാന പ്രദർശനത്തിന് ടിക്കറ്റ് വിൽക്കാൻ. കൂടെ ഒരു ശ്വാനനും ഉണ്ടായിരുന്നു. നീ ചിരിച്ചു തള്ളി കാര്യമൊന്നും മറച്ചു പിടിക്കാൻ നോക്കണ്ട. കേട്ടിട്ട് നല്ലതാന്ന് തോന്നുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇല്ലമ്മേ, എനിക്കങ്ങനെ ആരോടെങ്കിലും താല്പര്യം തോന്നിയാൽ അത് അമ്മയോട് പറയാൻ മിസ്സിസ് തമ്പിയുടെ ഒന്നും സഹായം ആവശ്യമില്ല. അത് ഞാൻ അമ്മയോട് നേരിട്ട് പറയും. ഇതുവരെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ശരിയാണ്. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വേണ്ടാത്തൊന്നും അമ്മ മനസ്സിൽ കരുതണ്ട. എനിക്ക് കവിതയോടും നാടകത്തോടും ഒന്നും യാതൊരു താല്പര്യവുമില്ല. ഫോർഗെറ്റ്. ഊണ് കഴിച്ച് നേരത്തെ കിടക്കണം. രാവിലെ എയർപോർട്ടിൽ പോകാനുള്ളതാണ്. അങ്കിൾ മാസം എപ്പോഴും ജയിക്കുന്നത് ജയിച്ചിട്ടുണ്ട്. അതാ എന്ത് നൈസ് ഡോളർ. നാളെ വരുള്ളൂ എന്നല്ലേ മെസ്സേജിൽ പറഞ്ഞിരുന്നത്? പോയ കാര്യം നേരത്തെ കഴിഞ്ഞു. സൗകര്യത്തിന് ഫ്ലൈറ്റും കിട്ടി. അപ്പൊ വൈകുന്നേരം മടങ്ങി. പോയ കാര്യം ലുക്സ് ഓൾ റൈറ്റ്. ജപ്പാൻകാർ ഒരുവിധം തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ടോക്കിയോയിൽ തിരിച്ചെത്തിയിട്ട് റിയാക്ഷൻ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിപ്പെടും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ തീർച്ചയായും ശരിപ്പെടും. ദേവിയുടെ പ്രാർത്ഥന നിരസിക്കാൻ ദൈവത്തിന് കഴിയില്ല. എന്തു പതുക്കെ ഓടാറൊന്നും ആയിട്ടില്ല.